നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്ത് അവരുടെ മുഖത്തിന് നേരെ ഒന്നൊഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ തലയ്ക്കൊന്നൊഴിഞ്ഞ് വേഗം കൊണ്ടുപോയി അടുപ്പിലിടുകയോ അല്ലെങ്കിൽ ഒരല്പം തീ കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യണേ. കാരണം ഈ പറയാൻ പോകുന്ന 9 നാളുകാർക്ക് കണ്ണേറും പ്രാക്കും എരിച്ചിലും ഏറ്റിരിക്കുക. കണ്ണേറും പ്രാക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇവർക്ക് തട്ടിയിരിക്കുകയാണ്. ഇത് ഇവർക്ക് ഒരുപാട് ദോഷങ്ങൾ, ഇവരുടെ ജാതകത്തിലെ സൗഭാഗ്യങ്ങൾ പോലും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ സൗഭാഗ്യങ്ങളൊക്കെ തട്ടിക്കെടുത്തും എന്നുള്ളതാണ്. ചുറ്റും ശത്രുക്കളും അസൂയ നിറഞ്ഞവരും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നടുവിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഞാനിവിടെ 9 നാളുകാരെ പറയാം. ഈ 9 നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അത് മുതിർന്നവരായിക്കൊള്ളട്ടെ ചെറിയവരായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ, ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർ ചിലപ്പോൾ ഇത് കണ്ടു കേട്ടൊക്കെ വിട്ടില്ല അല്ലെങ്കിൽ നോക്കില്ല എന്നൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങൾ ഇത് കാണുന്ന മുതിർന്നവരായിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കുക. ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് ഈ മന്ത്രം ചൊല്ലി ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് ഒരല്പം തീ കൂട്ടി അതങ്ങ് കത്തിക്കുക. ആ ദോഷങ്ങളൊക്കെ പമ്പ കടക്കും. ഏറ്റവും കൃത്യമായ ഒറ്റമൂലി പരിഹാര മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. 9 നാളുകളുണ്ട്. ഓരോ നാളുകളുടെയും ഫലം ഞാൻ കൃത്യമായിട്ട് പറയാം. പരിഹാര മാർഗം ഞാൻ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഒഴിഞ്ഞിടേണ്ടതെന്നുള്ളത് നാളുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുന്നതുമായിരിക്കും. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഓരോ നാളുകളായിട്ട് പറയാം. ഒന്നാമത്തെ നാളെന്ന് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരാണ് കേട്ടോ. ഈ ആയില്യംകാരെ എല്ലാവരും പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇവരെ ആയില്യമാണെന്നറിയാം. ഇവര് മൂലം ദോഷം തട്ടുമോ എന്നുള്ളത് കൊണ്ട് പല രീതിയിലുള്ള ചെയ്ത്തുകളും പല രീതിയിലുള്ള ദോഷങ്ങളും ഇവർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. അത് നാവേറ് ദോഷം, കണ്ണേറ് ദോഷം, ചെയ്ത്ത് ദോഷം, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രാക്കും വിളിയും എരിച്ചിലും ആയില്യംകാരുടെ മേത്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആയില്യംകാർ കിടന്ന് അത് കാരണം എന്താ ജീവിതത്തിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആയില്യംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ കിടന്ന് വശം കെട്ടുകൊണ്ടിരിക്കുക. ഓരോ കാര്യത്തിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്തും തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഘ്നങ്ങളും അനർത്ഥങ്ങളും കാരണം ഒരു രീതി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നുഴറിക്കൊണ്ടിരിക്കുകയാണ്. ആയില്യംകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരെ കിടന്ന് വലഞ്ഞ് തടസ്സങ്ങൾ വന്ന് അല്ലെ ദുരിതങ്ങൾ അനുഭവിച്ചാണ് തീർക്കാനും അല്ലെ അതിനുള്ള യോഗവും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ജാതകവശാൽ കുറേ കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ നല്ലതൊന്നും ജീവിതത്തിൽ വരാതെ ഈ കണ്ണേറും പ്രാക്കും കാരണം തട്ടിത്തടഞ്ഞ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റമൂലി പരിഹാര മാർഗം പറഞ്ഞു തരാം, എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞത്. വീഡിയോയുടെ അവസാനം ഞാൻ ഒഴിഞ്ഞിടുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരാം, തെറ്റിക്കാതെ. അതുപോലെ തന്നെ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, ഒരാഴ്ചക്കകത്ത് ചെയ്താലും മതി. പക്ഷെ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം തീരുന്നത് വരെ ഈ പ്രാക്കും വിളിയും കാരണം കയ്യിൽ വന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടി അകന്നു പോകും. എന്നും അനർത്ഥങ്ങളും ദുഃഖങ്ങളും ആയിരിക്കും മിച്ചം. നമ്മളുടെ വീഴ്ച കാണാൻ നിൽക്കുന്നവർ നമ്മളുടെ വീഴ്ച കണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ദോഷങ്ങൾ ഒഴിയത്തുമില്ല എന്നുള്ളതാണ്. നമുക്ക് വേറെ ആരെയും ദ്രോഹിക്കുകയോ ഇടിക്കുകയൊന്നും വേണ്ട. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്നും ചെയ്യണ്ട. നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഒഴിഞ്ഞിടാൻ പറയുന്നത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിടുന്ന കാര്യമാണിത്. അപ്പം നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തുകൊള്ളുന്നതാണ്. അപ്പം ഈ നാളുകാർ നിർബന്ധമായിട്ട് ആയില്യംകാർ ഇത് ചെയ്യുക. അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും വന്നു ചേരുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാര് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒഴിഞ്ഞിടണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഈ പ്രാക്കും എരിച്ചിലും കാരണം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നിടത്ത്, അയൽപക്കത്ത്, ബന്ധുമിത്രാദികൾക്കിടയിൽ വരെ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മയിൽ ഒന്നുമില്ലെങ്കിലും അവരുടെ കാഴ്ചയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിപ്പോയി എന്നുള്ള തോന്നലിൽ നിന്ന് നിങ്ങളോടുള്ള ചില ദേഷ്യത്തിൻ്റെയും പകയുടെയും പുറത്ത് ഇത്തരത്തിൽ പല രീതിയിലുള്ള ദോഷങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രാക്കും വിളിയും
ഒത്തിരി ഉണ്ട് ഉത്രട്ടാതിക്കാർക്ക് ചുറ്റും. അത് തന്നെ ഉള്ളൂ എങ്ങോട്ട് നോക്കിയാലും. നല്ലത് വരണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. സ്വന്തം ബന്ധുജനങ്ങൾക്കിടയിൽ പോലും നിങ്ങൾ നശിച്ചു കണ്ട് ചിരിക്കാനിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏറ്റവും സത്യമായ കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഉത്രട്ടാതിക്കാർ ചിരിക്കുന്നുണ്ടായിരിക്കും. അവർക്കറിയാം അവരുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരംകാർക്ക് ഈ പ്രാക്കും വിളി ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ഇവരുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു ശതമാനം സമയവും നാളെ ഈ കാലം വരെ നല്ല ഒരു ശതമാനം സമയവും ഈ പ്രാക്കും വിളിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. മകയിരംകാർ ഒന്ന് ഉറക്ക ചിരിച്ച, മകയിരംകാരുടെ ജീവിതത്തിൽ ഒരു നല്ല വസ്ത്രം ഇവരിട്ടുകൊണ്ട് പോയാലൊക്കെ ഇവർക്ക് ഈ കണ്ണേർ ഏക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നും വേണ്ട, ഒന്ന് ഉറക്ക ചിരിച്ചാൽ, ഒന്ന് ആനന്ദിച്ച് സന്തോഷിച്ച പുറകെ വരികയായി അതിൻ്റെ പുറകിന് തന്നെ ദുഃഖവും അനർത്ഥവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഒന്ന് ഉറക്ക ചിരിക്കാൻ പോലും പേടിയാണ്. സത്യമല്ലേ മകയിരംകാരെ ഞാൻ ഈ പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമല്ലേ? ഒരു നല്ല വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നല്ലതായിട്ടൊന്ന് ഒരുങ്ങി എവിടെങ്കിലും പോയിട്ട് വന്നാൽ, വൃത്തിയായിട്ടൊന്ന് വസ്ത്രം ധരിച്ച് പോയിട്ട് വന്നാൽ ഒക്കെ ഇത്തരത്തിലുള്ള ദോഷം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രാക്കും വിളിയും തന്നെ. ഒരുപാട് പ്രാക്കും വിളിയുണ്ട്, ഒരുപാട് കണ്ണേർ ദോഷമുണ്ട്. നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങോട്ട് തിരിയുന്നു, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കാൻ നോക്കുന്നത്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടം നിങ്ങളുടെ മേലുണ്ട്. അത് നന്നായി കാണണമെന്ന് ഉദ്ദേശിച്ചല്ല, നശിച്ച് കാണണമെന്ന് ഉദ്ദേശിച്ച് തന്നെ. അപ്പം അതിൽ നിന്നൊക്കെ മോചനം നേടണം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞിടണം. ഞാൻ വീഡിയോയുടെ അവസാനം ഒഴിഞ്ഞിടുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അത് അതുപോലെ തെറ്റിക്കാതെ നാമം ചൊല്ലിക്കൊണ്ട് തലയ്ക്കൊഴിഞ്ഞങ്ങ് ഇട്ടാൽ മതി, ഒരു ദോഷവും ഏൽക്കത്തുമില്ല എന്നുള്ളതാണ്. അടുത്ത നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണംകാരുടെ കാര്യം ബഹുരസമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവോണംകാരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം കഴിഞ്ഞു, അടുത്ത പ്രശ്നമായി, പ്രശ്നത്തിന് പുറത്ത് പ്രശ്നമായി. ചിലപ്പോൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും നല്ലതിനേക്കാൾ ഇരട്ടി ദോഷമായിട്ട് വരുന്ന ഒരവസ്ഥ ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ശത്രുദോഷം, ഒന്ന് പ്രാക്കും വിളി. എന്താണ് ഈ ശത്രുദോഷവും പ്രാക്കും വിളിയും എന്ന് പറയുന്നത്? ശത്രുദോഷം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രാക്കും വിളികളുമാണ് ശത്രുദോഷം, അല്ലെങ്കിൽ ശത്രു ചെയ്യുന്ന പ്രവർത്തികൾ മൂലമുണ്ടാകുന്ന ദോഷം. രണ്ട്, പ്രാക്കും വിളി എന്ന് പറയുന്നത് ചിലപ്പം മിത്രങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളായാൽ മതി, ചേർന്ന് നിൽക്കുന്ന, ശത്രു ഒന്നും ആവണമെന്നില്ല. നമ്മൾ അവരോട് ഒരു ദ്രോഹം ചെയ്യുകയോ അല്ലെ ശത്രുത ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുകയോ ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ജീവിത വിജയത്തിൽ അസൂയ കാണുന്നവരിൽ നിന്നുണ്ടാവുന്ന പ്രാക്കും വിളിച്ചപേക്ഷയും ഇത് തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി നിൽക്കുന്ന സമയമാണ്. ശത്രുദോഷമുണ്ട്, അത്ര തന്നെ പ്രാക്കും വിളിയും ജീവിതത്തിലുള്ള സമയമാണ്. തിരുവോണംകാർ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന പോലെ ഒഴിഞ്ഞ് നിങ്ങൾ ഇട്ട് പ്രാർത്ഥിക്കുക. നാമം പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം. ആ നാമം ചൊല്ലിക്കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഒഴിഞ്ഞിട്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ ദുരിത ദുഃഖങ്ങളായിരിക്കും വരാനിരിക്കുന്നതെന്ന് പറയുന്നത്. ഒറ്റമൂലി പരിഹാരമാണ്, ഒഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ഒരു ബാധയും ഒരു ശക്തിക്കും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല. ഭഗവതി സാക്ഷി നിർത്തി നമ്മൾ നാമം ചൊല്ലി ചെയ്യുന്ന കാര്യമാണ്, അതിന് ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിൽക്കുന്നത് വലിയൊരു ദോഷ സ്ഥലത്താണ് എന്നുള്ളതാണ്. എന്താണ് ദോഷ സ്ഥലത്ത്? ഇവരിപ്പം നിൽക്കുന്നിടത്ത് ഇവരെ ചുറ്റി ശത്രുക്കളുടെ ഒരു വലിയ പട തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പം വെളിയിൽ അത് കാണിക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് വളരെ ചിരിച്ച് സന്തോഷമായിട്ട് എന്താ മകനെ, എന്താ മകളെ എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തീർന്നു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് എന്നുള്ള ഒരു മനോഭാവമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രാഗിക്കൊണ്ടിരിക്കുന്ന, ഗതി പിടിക്കത്തില്ല, ഗുണം പിടിക്കത്തില്ല, നശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുക്കാണ് ഈ ചോതി നക്ഷത്രക്കാർ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അതൊരു വലിയ സത്യമാണ്. ചോതിക്കാർക്ക് അത് ഒരുപാട് അനുഭവമുണ്ട്. ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർത്ത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വലിയ ചിരിച്ച് കളിച്ച് നിങ്ങളോട് വലിയ അനുഭാവം അല്ലെങ്കിൽ നിങ്ങളോട് വലിയ സ്നേഹം പോലെ, സഹതാപം പോലൊക്കെ കാണിക്കും. പക്ഷേ മാറി നിന്നിട്ട് മറ്റൊരാളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചെവിയിലെത്താം. അതല്ല എന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് നിങ്ങൾ നശിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കും എപ്പോഴും ഉള്ളിലുണ്ടാകുന്നത്. ചിലപ്പോൾ അത് സംസാരിച്ച് വരുമ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് തന്നെ തെളിഞ്ഞു കിട്ടുന്നതുമാണ്.
സത്യമല്ലേ? ചോദ്യക്കാർക്ക് ഇത് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒത്തിരി പ്രാക്കും വിളിയും ചോദ്യക്കാർക്കുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഞാൻ പറയുന്ന പോലെ അങ്ങ് ഒഴിഞ്ഞിടൂ. ദോഷങ്ങൾ ഒരു പരിധി വരെ അടുക്കില്ല. മഹാദേവനെ പ്രാർത്ഥിക്കൂ, പരമശിവനെ പ്രാർത്ഥിക്കൂ. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സർവം മംഗളമായി തീരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാര് കണ്ണീർ കടലിൽ കിടക്കുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. കണ്ണീർ കടലിലാണ്, ദുഃഖമാണ് സ്ഥായിയായിട്ട് കാണുന്നത്. കുറേ കാലമായിട്ട് ദുഃഖവും കണ്ണീരും ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിയാതുണ്ട്. പലപ്പോഴും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് തിരുവാതിരക്കാർ നിൽക്കുന്നത്. എന്താ എല്ലാം ഉണ്ട് നോക്കുമ്പം, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ഭാഗ്യവാൻ, ചുറ്റും ജനങ്ങളുണ്ട്, ചുറ്റും ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയെന്ന് പറഞ്ഞ ഒരു സാധനം ഈ അടുത്ത കാലത്തെങ്ങും തിരുവാതിരക്കാർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? തിരുവാതിര നക്ഷത്രക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രാക്കും വിളിയും എരിച്ചിലും ജീവിതത്തിൽ ദുരിതങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്തും ഈ പ്രാക്കും വിളിയും ഉണ്ട് കേട്ടോ. ഏത് കാര്യത്തിന്, വീട്ടിലൊരു വക വാങ്ങിയാലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത വന്നാലോ, അല്ലെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ജീവിതത്തിൻ്റെ പെടാപ്പാടുകളിൽ ഓടുന്നതിനിടയ്ക്കോ, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പലതും നേടുന്നതിനിടയിലോ ഒക്കെ ഈ പ്രാക്കും വിളിയും കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയും വേഗം ഒഴിഞ്ഞിടണം. ഒറ്റമൂലി പരിഹാരമാണ്. ഞാൻ വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ അങ്ങ് ചെയ്യൂ. സകല ദോഷങ്ങളും പമ്പ കടക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാർക്കും കാര്യങ്ങൾ ഏതാണ്ട് മുൻപറഞ്ഞ നക്ഷത്രക്കാരെ പോലെ തന്നെയാണ്. ജീവിതത്തിൻ്റെ പല കർമ്മ മേഖലകളിൽ നിന്നാണ് തൃക്കേട്ടക്കാർക്ക് ഇത്തരത്തിൽ ദോഷം വരുന്നത്. ഏർപ്പെടുന്ന മേഖലയിൽ ഒരുപാട് പ്രാക്കും വിളിയുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ കഴിവ് കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയും മറ്റൊരാൾക്ക് നേടാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ അങ്ങ് ഇടിച്ചു താഴ്ത്തി കളയാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രാഗി തോൽപ്പിച്ച് കളയാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് പലരും നിൽക്കുന്നത്. നേരിട്ട് വന്ന് നിന്ന് നമ്മളെ പൊരുതി തോൽപ്പിക്കാൻ കഴിയാത്തവർ പ്രാഗി തോൽപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല കാര്യത്തിലും നിങ്ങൾ ഏർപ്പെട്ട് മുന്നോട്ട് പോയി കാര്യങ്ങൾ നടത്തിയെടുത്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പം നിങ്ങളെ കഴിവ് കൊണ്ട് ചിലപ്പം കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉടക്കുളി കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രാഗി നിങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള ദോഷങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. സത്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ ഞാൻ പറയാതെ തന്നെ ആരൊക്കെയാ, ഏതൊക്കെയാ, എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന ഒഴിഞ്ഞിടണം. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, കാര്യങ്ങൾ മംഗളമായിരിക്കട്ടെ. വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് പറയാം. നാമം ചൊല്ലിക്കൊണ്ട് അങ്ങ് ഒഴിഞ്ഞിടുക. സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് അല്ലെ ഏർപ്പെടുന്ന മേഖല സംബന്ധമായിട്ട്, കർമ്മ മേഖല എന്താണോ, എന്തിലാണോ പ്രവർത്തിക്കുന്നത് അത് സംബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇനി തൊഴിലൊന്നുമില്ല, ഗൃഹനാഥയായിട്ടോ ഗൃഹനാഥനായിട്ടോ വീട്ടിൽ തന്നെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി പ്രാക്കും വിളിയും വരും എന്നുള്ളതാണ്. അതിന് ഇന്നടമൊന്നൊന്നുമില്ല, എവിടുന്നെങ്കിലും അത്തരത്തിൽ വരും. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നെങ്കിലും ചുറ്റുമുള്ളവരിൽ നിന്നെങ്കിലും അത്തരത്തിൽ ഒരു കാരണമില്ലെങ്കിൽ പോലും പ്രാക്കും വിളിയും വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രാക്കും വിളിയുണ്ട്. നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ചുറ്റും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ദോഷ സ്ഥാനത്ത് ആ ഒരു പ്രാക്കും വിളി ഏറ്റു നിൽക്കുന്ന നക്ഷത്രമായിട്ടാണ് നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒഴിഞ്ഞിടണം. ഒഴിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ഇതിനൊക്കെ മോചനം ഉണ്ടാവും. ശിവഭജനം മുടക്കരുത്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരു ശക്തിക്കും ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും എത്ര പ്രാഗിയാലും ഏൽക്കാതിരിക്കാൻ ഇത് രണ്ടും മാത്രം മതി എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടംകാരുടെ കാര്യവും മുൻ നക്ഷത്രങ്ങളെപ്പോലെ പറഞ്ഞ പോലെ തന്നെയാണ്. സ്വന്തം ബന്ധുജനങ്ങൾക്കിടയിൽ നിന്ന്, സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന്, മിത്രങ്ങൾ പ്രാകുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താന്ന് വിചാരിക്കും, നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ. പക്ഷേ ഒരു സമയത്ത് നിങ്ങൾ തിരിച്ചറിയും ഈ ചിരിയും കളിയൊക്കെ പുറമേ ഉള്ളൂ, ഉള്ളിൽ അസൂയയും കുശുമ്പും അല്ലെങ്കിൽ പല രീതിയിലുള്ള ദുർചിന്തകളുമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രാക്കും വിളിയും ഒത്തിരി വരും എന്നുള്ളതാണ്. ഒരുപാട് പ്രാക്കും വിളിയും ഏറ്റു നിൽക്കുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത്. ചിരിച്ചു കാണിക്കുന്നവരെയൊക്കെ കണ്ണും പൂട്ടി നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത്
വലിയ രീതിയിലുള്ള ജീവിത പാഠങ്ങൾ കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമായി കൂടി ഈ അവിട്ടം നക്ഷത്രം മാറുന്നതാണ്. ഭയങ്കരമായിട്ട് നമ്മളെ സന്തോഷിപ്പിച്ച് സൂചിപ്പിച്ചൊക്കെ നിർത്തും. പക്ഷേ നമ്മൾ നന്നാകരുത്, നമ്മളെപ്പോഴും വരുതിയിൽ നിൽക്കണം അല്ലെങ്കിൽ തകരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലാണ് ഈ അവിട്ടം നക്ഷത്രം ചെന്നുവിട്ടിരിക്കുന്നത്. ദോഷസ്ഥാനത്താണ്. പ്രാക്കും വിളിയും ഒത്തിരി ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണം ജീവിതത്തിൽ വരികയും ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് അവസാനത്തെ നക്ഷത്രം, അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം ഞാൻ 8-9 നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു. ഈ നാളുകാരെല്ലാം ഒഴിഞ്ഞിടണം കേട്ടോ. ഞാൻ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് കേട്ടോളൂ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇതങ്ങ് എടുത്ത് ഒഴിഞ്ഞിടുക. ഒന്നാമതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് എരിക്കിൻ്റെ ഇല അല്ലെങ്കിൽ തെരളിയുടെ ഇല. തെരളി അല്ലെങ്കിൽ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ, ആ ഒരു ഇല എടുക്കുക. അതുള്ളവർ അത് എടുക്കുക. ഉണങ്ങിയതോ പച്ചയോ രണ്ടേതായാലും മതി. ഉണങ്ങിയത് എടുക്കാമെങ്കിൽ കൂടുതൽ നല്ലത്. എരിക്കിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ ഇല പൊട്ടിച്ചെടുത്താലും മതി. എരിക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ വീടിനരികിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന എരിക്ക്, ശിവപൂജയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എരിക്കും പൂ കിട്ടുന്ന എരിക്കിൻ്റെ ഒരു ഇല എടുക്കുക. അല്ലെങ്കിൽ തെരളി അല്ലെങ്കിൽ കുമ്പളപ്പം ഉണ്ടാക്കുന്ന വയന എന്നൊക്കെ പറയും, വയനയുടെ ഒരു ഇല എടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു ഇല മതി. ഒന്നീ തെരളിയുടെ ഒരു ഇല എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിക്കിൻ്റെ ഒരു ഇല എടുക്കാവുന്നതാണ്. അതെടുക്കുക, ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറയുന്നത് വിറക് കത്തിയ കഷ്ണം ഉണ്ടല്ലോ, കരിക്കട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന വിറക് കരിക്കട്ട, അത് ഒരു കഷ്ണം എടുക്കുക. വിറക് കത്തിയ ഒരു കരിക്കട്ട നിങ്ങൾ ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ നാളുകാരൻ അല്ലെങ്കിൽ നാളുകാരി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുക്കുക. എന്താണ് നൂലെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഉടുപ്പിൻ്റെയൊക്കെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വസ്ത്രത്തിൽ നിന്നൊരു നൂല് കിട്ടും അല്ലേ. ഇത് ഈ ഒരു സാധനം എടുക്കുക. അപ്പോൾ കരിക്കട്ട എടുക്കുക. അതുപോലെ കുറച്ച് വറ്റൽ മുളകും കല്ലുപ്പും എടുക്കുക. എന്താണ് വറ്റൽ മുളകും കല്ലുപ്പും. കടുകുണ്ടെങ്കിൽ കടുകും എടുക്കുക. അപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും എടുക്കുക. ഒറ്റമൂലി പരിഹാരമാണ്. ഒറ്റ തവണ ചെയ്താൽ മതി, പരിഹാരം ഉണ്ടാകും. ഒരു ദോഷവും ഏൽക്കത്തുമില്ല. എരിക്കിൻ്റെ ഇല അല്ലെങ്കിൽ നമുക്ക് തെരളിയുടെ ഇല എടുക്കാം. വറ്റൽ മുളക് ഒരു പിടി എടുക്കാം, ഒരു 2-3 വറ്റൽ മുളക് ഇല്ലാത്തവർ കുരുമുളക് എടുത്താലും മതി, പ്രശ്നമില്ല. കടുക് എടുക്കുക. അതുപോലെ തന്നെ കല്ലുപ്പ് എടുക്കുക. അതെല്ലാം ചെറിയ പിടി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നുള്ള എടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ നൂല്, വസ്ത്രത്തിൽ നിന്ന്, വസ്ത്രത്തിൻ്റെ അറ്റത്ത് എവിടുന്നെങ്കിലും, ഈ നാളുകാരുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് എവിടുന്നെങ്കിലും ഒരു നൂല് മാത്രം ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ വിറക് കത്തിയ കരി ഉണ്ടെന്നുണ്ടെങ്കിൽ, വിറക് കത്തിയ കരിക്കട്ട ചെറിയ കഷ്ണം ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ വിറക് കത്തിയ ചാരം എടുത്താലും മതി. അതൊരു നുള്ളു മതി, ഒരുപാടൊന്നും വാരി എടുക്കേണ്ട. ഒരു ഇച്ചിരി ഒരല്പം ചാരവും എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ആ ഇലയ്ക്കകത്ത്, എരിക്കിൻ്റെ ഇലയിലോട്ട് ഈ വസ്തുക്കളെല്ലാം വെച്ച് ഒന്ന് ചുരുട്ടി പിടിക്കുക. ഒന്ന് ചുരുട്ടി പിടിക്കാൻ വേണ്ടിയാണ് ഇല ആദ്യം എടുക്കണമെന്ന് പറഞ്ഞത്. ഇലയിലേക്ക് ഈ സാധനങ്ങൾ ഓരോന്നും വെച്ച് ഒന്ന് ചുരുട്ടി പിടിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പകൽ ചെയ്യണമെങ്കിൽ പകൽ ചെയ്യാം, രാത്രി ചെയ്യണമെങ്കിൽ രാത്രി ചെയ്യാം. ത്രിസന്ധ്യയ്ക്ക് ചെയ്യേണ്ട. ത്രിസന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയമുണ്ടല്ലോ, ഒരു 7 മണി 7:20 വരെ ചെയ്യേണ്ട. 7:20 ശേഷം ഒരു 6 മണി തൊട്ട് 7:20 വരെയുള്ള സമയത്ത് ചെയ്യരുത്. ആ ത്രിസന്ധ്യാ സമയം ഒഴിച്ച് ഒന്നുകിൽ പകൽ ചെയ്യാം, അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യാം. ഈ 2 നേരത്ത് 6 മണി തൊട്ട് 7:20 വരെ ചെയ്യരുത്. അതിനിടയിലുള്ള ഏത് സമയത്ത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. ഈ ഒഴിയേണ്ട ആളിനെ, അതായത് സ്വയം ഒഴിയാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ ഒഴിയാവുന്നതാണ്. ഒഴിയേണ്ട ആളിനെ കിഴക്കോട്ട് തിരിച്ചു നിർത്തുക. നിങ്ങൾ തന്നെയാണ് സ്വയം ഒഴിയുകയാണെന്ന് നിങ്ങൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് നിൽക്കുക. ഒഴിയേണ്ട ആളിനെ, ആ നക്ഷത്രക്കാരനെ, ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലുള്ള ആളിനെ കിഴക്കോട്ട് മുഖം തിരിച്ചു നിർത്തുക. ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് അവരുടെ മുഖത്തിന് നേരെ 3 പ്രാവശ്യം ഒഴിയുക. തലയുണ്ടല്ലോ, മുഖം, ആ മുഖത്തിന് നേരെ ഇത് ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം ഒഴിയുക. ഒഴിയുമ്പം ഘടികാര ദിശയിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും, ഘടികാരത്തിൻ്റെ സൂചി ഓടുന്ന ദിശയിൽ, അത്തരത്തിൽ വട്ടത്തിൽ 3 പ്രാവശ്യം ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഓം രക്തായേ നമ, ഓം സർവദുഷ്ടനാശിനി മഹാദേവിയേ നമ, ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാൻ. മന്ത്രം തെറ്റിക്കരുത്. ഓം രക്തായേ നമ, ഓം സർവദുഷ്ടനാശിനി മഹാദേവിയേ നമ, ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം. ആദ്യത്തെ പ്രാവശ്യം ഒഴിയുമ്പം ഓം രക്തായേ നമ, ഓം സർവദുഷ്ടനാശിനി മഹാദേവിയേ നമ, ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തത് ഓം രക്തായേ നമ, ഓം സർവദുഷ്ടനാശിനി മഹാദേവിയേ നമ, 2. മൂന്നാമത്തെ പ്രാവശ്യം അതുപോലെ ചൊല്ലിക്കൊണ്ട് 3 പ്രാവശ്യം മുഖത്തിന് നേരെ ഒഴിയുക. ഈ ഒഴിയുന്നത് ഒരാൾക്ക് ഒരു കൂട്ടം വെച്ച് വേണം ഒഴിയാനായിട്ട്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ നാളുകാർ, ചിലപ്പം വീട്ടിലുള്ള എല്ലാവരും ഈ നാളുകളിൽ വന്നെന്നിരിക്കും. വീട്ടിൽ 3 പേരുണ്ട്, 3 പേരും ഈ നാളുകളിൽ പെട്ടവരാണ്. 3 പേർക്ക് ഒരേ വസ്തു കൊണ്ട് ഒഴിയാവോ? പറ്റില്ല.
ഓരോരുത്തർക്കും ഓരോ ഇതുകൊണ്ട് വേണം ഒഴിയാനായിട്ട്. രണ്ടാമത്തെ ആളിനുണ്ടെങ്കിൽ രണ്ടാമത്തെ എരിക്കിൻ്റെ ഇല എടുക്കുക, ഇതുപോലെ തന്നെ കൂട്ടം വസ്തുക്കൾ എടുക്കുക, അത് വെച്ച് വേണം ഒഴിയാനായിട്ട്. മൂന്നാമത്തെ ആളിനും അതുപോലെ തന്നെ ഇതുപോലെ ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം വേറെ മിണ്ടാതെ ഉരിയാടാതെ നേരെ പോയി ഒരല്പം തീ കൂട്ടി ആ തീയിലേക്ക് ഈ വസ്തുക്കളെല്ലാം കൂടെ അങ്ങ് ഇടുക, ലെയർ ചെയ്യുക, അതിലേക്ക് ഇടുക. അത് പൂർണ്ണമായിട്ട് അഗ്നിക്രിയ. ഫ്ലാറ്റിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം, ഫ്ലാറ്റിനകത്ത് വെച്ചൊന്നും ചെയ്യരുത്, അപകടകരമായിട്ടുള്ള കാര്യമാണ്. താഴെ എവിടെയെങ്കിലും വന്നിട്ട് ചെയ്യാനായിട്ട് അല്പം തീ കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അടുപ്പുള്ളവരാണ് അടുപ്പ് കൂട്ടി തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതല്ല കുറച്ച് അതിനായിട്ട് തീ കൂട്ടിയാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരൊറ്റമൂലി കാര്യം ചെയ്യുക. ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഒന്ന് വെള്ളം തളിക്കുക, അല്ലെങ്കിൽ പോയി കുളിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മേല് കഴുകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് മേല് കഴുകിയിട്ട് ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം സ്ത്രീകൾ ചിലർ ഇത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്. ആർത്തവ സമയത്ത് പീരീഡ് സമയത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒഴിയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആർത്തവ അശുദ്ധിയൊന്നും ഒഴിയുന്നതിന് ബാധകമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ അവരെ നിർത്തിക്കൊണ്ട്, ഇപ്പോൾ അവർ ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് ഒഴിയുന്നതിലും ഈ ദോഷമൊന്നുമില്ല, ഒഴിഞ്ഞു ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ നക്ഷത്രക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. ദോഷങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ, സർവ്വം മംഗളമാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.